ചില ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേജിലുള്ള എക്സ്പെൻസ് കുറയ്ക്കുകയും ഭാവിയിൽ അതൊരു അൺവാണ്ടഡ് എക്സ്പെൻസിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടാവും, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടാവും. അതിൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നീക്കിയിരിപ്പ് വളരെ കുറവായിരിക്കും. അതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മറ്റു പല കാര്യങ്ങളിലും കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വളരെ കുറഞ്ഞിട്ടുള്ള എഫേർട്ടും ഇടുന്ന സമയത്ത് ബ്രാൻഡിന്റെ ഐഡന്റിറ്റി അവിടെ കുറഞ്ഞു പോകുന്നു. പിന്നീട് നമ്മൾ ഈ ബ്രാൻഡിന്റെ ഒരു ഫേസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷന്റെ കാര്യത്തിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കാണുകയും അവരുടെ ഒരു ലെവൽ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേജ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ഇത് പോരാ, നമ്മുടെ വെബ്സൈറ്റ് പോരാ, അല്ലെങ്കിൽ നമ്മുടെ ലോഗോ ഡിസൈൻ പോരാ തുടങ്ങിയിട്ടുള്ള ഒരു റീതിങ്കിങ് അവിടെ വരും. ആ സമയത്ത് നമ്മൾ ഇതിൽ കൂടുതൽ എഫേർട്ട് ഇടും, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും, പുതിയ ഡിസൈൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ ബ്രാൻഡിങ് ഐഡിയാസ് കൊണ്ടുവരാനൊക്കെ തുടങ്ങുന്ന സമയത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. സോ നമ്മളൊരു കംപ്ലീറ്റ് ചേഞ്ച് വരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുത്തുന്ന സമയത്ത് മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റാണ്. കംപ്ലീറ്റ്ലി വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്കതൊരു അധിക ചെലവ് എന്ന് വേണം നമുക്ക് പറയാം. അതുപോലെ തന്നെ ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ, അതായത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈൻസ്, അതുപോലെ തന്നെ നമ്മൾ അന്നത്തെ ആ ഒരു ലോ ലെവൽ മീൻസ് നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ ഇപ്പോഴത്തെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യും മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വർക്ക് പോരാ. ആ ഒരു വർക്കിൻ്റെ സ്റ്റാറ്റസ് കൊണ്ട് മീൻസ് അതിൻ്റെ ഒരു ലെവൽ കൊണ്ട് നമ്മുടെ കമ്പനിനെയും അത് വളരെ മോശമായിട്ട് ചിലപ്പം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. സോ ഇത്തരത്തിൽ വരുന്ന രണ്ടാമത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അൺവാണ്ടഡ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. മുന്നത്തെ ആ ഒരു എമൗണ്ട് അൺവാണ്ടഡ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. സോ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു ബ്രാൻഡിങ് ഐഡിയ കൊണ്ടുവരിക, അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിൽ അത്യാവശ്യം എഫേർട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. മുന്നത്തെ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള റീച്ചിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിജിറ്റലി ആ ഒരു കമ്പനി ഒരു എക്സിസ്റ്റൻസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അറിയിച്ചിട്ടുണ്ടാവും. എന്തായാലും മേ ബി ഇൻസ്റ്റാഗ്രാം പേജിലാവാം, ഫേസ്ബുക്ക് പേജിലാവാം, വാട്സപ്പ് ഗ്രൂപ്പിലാവാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലാവാം. സോ ഫിസിക്കലി അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ആളുകൾ നമ്മുടെ കമ്പനീനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അറിയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. സോ നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ അത് ആദ്യത്തെ ഒരു ഫേസിൽ നിന്ന് രണ്ടാമത്തെ ഒരു ഫേസിലേക്ക് മാറുന്ന സമയത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുമ്പോൾ അത് ആളുകളിൽ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാനും, അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റേജ് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ചേഞ്ചസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിപ്പെടുന്നതിലും ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. സോ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ബ്രാൻഡ് ബിൽഡിങ്ങിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ. ഈ സമയത്ത് പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, റീബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു നെഗറ്റീവ് ആക്ടിവിറ്റി ആണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മുന്നത്തെ അല്ലെങ്കിൽ ഒരുപാട് പഴയ ഒരു കമ്പനി ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ടെക്നോളജിക്ക് അനുസരിച്ചും ജനറേഷൻ അനുസരിച്ചിട്ടൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അവർക്ക് വളരെ ക്രൂഷ്യൽ ആയിരിക്കും അത്. സോ അങ്ങനത്തെ കമ്പനികൾ എന്തായാലും റീബ്രാൻഡിങ്ങിലേക്ക് പോകേണ്ടതായിട്ട് വരും. പക്ഷേ പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനികൾക്ക് ഏറ്റവും നമ്പർ 1 ചോയ്സ് എന്ന് പറയുന്നത് റീബ്രാൻഡിങ് ഓപ്ഷൻ ചിന്തിക്കുക പോലും ചെയ്യേണ്ടി വരാത്ത രീതിയിൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡിങ് ഐഡിയാസ് കൊണ്ടുവരികയും അത്തരത്തിലുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരുപാട് കമ്പനികൾ റീബ്രാൻഡ് ചെയ്യുകയും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ റീബ്രാൻഡ് ചെയ്തതിൻ്റെ പുറകെ അവരുടെ റീച്ച് കുറയുകയും ആളുകളിലുള്ള അക്സെപ്റ്റൻസ് കുറയുകയും പഴയ രീതിയിലേക്ക് തന്നെ പഴയ ബ്രാൻഡിങ് ഐഡൻറ്റിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്തെടുക്കുക, നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്.